ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായ ഒരു വ്ളോഗാണ്. വീട്ടിൽ പോകുന്നതൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള പരിപാടി. സാധാരണ ഞാൻ വന്ന ദിവസം തന്നെ എല്ലാം വൃത്തിയാക്കി വെക്കാറുള്ളതാണ്. പക്ഷെ എനിക്ക് ഇത്തവണത്തെ വരവിന് എന്തോ കുറച്ച് വയ്യാഴിക ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ചിയാ സീഡിന്റെ വെള്ളവും കുടിച്ചിട്ട് നമ്മൾ താഴെ പോയിട്ട് വന്നിട്ടേ ഇതെല്ലാം വൃത്തിയാക്കുന്നുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് കുളവാണ്. എന്റെ റൂമും വർക്കിംഗ് സ്പേസ് കൂടെ എനിക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ അത്യാവശ്യം നല്ല ടൈം കൺസ്യൂം ആയിട്ടുള്ള പരിപാടി. ഇന്ന് രാവിലെ ഇവിടെ നൂൽപുട്ടും കടലക്കറിയായിരുന്നു. ഇവിടുത്തെ നാട്ടിൽ ഇതിനെ നൂൽപുട്ടെന്നും എന്റെ നാട്ടിൽ ഇതിനെ ഇടിയപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട. രാവിലെ 7:30-8 മണിയാകുമ്പോഴത്തേക്കും രാവിലത്തെ ഫുഡ് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും വീട്ടിൽ. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും മറ്റും ഉണ്ടാവും. 9 മണിയാകുമ്പോഴത്തേക്കുമാണ് ഉപ്പാക്ക് പോകേണ്ടത്. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് എല്ലാം ഉമ്മ റെഡിയാക്കിയിട്ടുണ്ടാവും. ഞങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോ ഒരു പണി ഞാനെങ്കിൽ മറ്റൊരു പണി ഉമ്മ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. എല്ലാം ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കണമെന്ന് കരുതിയാലും ആ ഒരു സമയത്ത് അതിനുള്ള സമയം ഒന്നും കിട്ടാറില്ല. ഇന്ന് ഉപ്പാക്ക് ലഞ്ചിന് കൊടുത്തുവിടാനുണ്ടായിരുന്നത് ചോറും കുമ്പളങ്ങ കറിയും അതുപോലെ പേരെയായിരുന്നു കൊടുത്തുവിടാനുണ്ടായിരുന്നത്. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് മെഴുക്കുരട്ടി എന്നാണ്. അതുപോലെ മീൻ വറുക്കാനും ഉണ്ടായിരുന്നു. സോ മീനൊക്കെ വറുത്ത് നമ്മൾ മീനും കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം സമയം 9 മണിയായിട്ടുണ്ട്. സോ ഉപ്പാക്ക് പോകാറായി. ഉപ്പ ഇറങ്ങിയിട്ടുണ്ട്. ഉപ്പ ഇറങ്ങുന്ന സമയത്ത് മുമ്പാരത്ത് വന്ന് നിൽക്കും ഉപ്പാനെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപ്പ പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്സ് കൂടി ഞങ്ങൾ അവിടെ ഇരിക്കാറുണ്ട്. 9:15 ആകുമ്പോഴത്തേക്ക് ഉമ്മ മറ്റുമ്മാടത്തോട്ട് പോയിട്ടുണ്ടാവും. മറ്റുമ്മ എന്ന് പറയുന്നത് ഉപ്പാടെ ഉമ്മാണ്. തറവാട്ടിൽ പോയിട്ട് മറ്റുമ്മാനെ കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ടാവും. ഉമ്മ അങ്ങോട്ട് പോകാറുണ്ട് ഡെയിലി. മാമിമാരൊക്കെ ഉണ്ടെങ്കിൽ പോകാറില്ല. അങ്ങനെ എന്തായാലും ഉമ്മ പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ പിന്നെ താഴ്ഭാഗം ഫുള്ള് ക്ലീൻ ആക്കി തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് നേരെ മേലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 3:15 ക്ലീനിങ് ആയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ താഴെ പോയി ലഞ്ച് എല്ലാം കഴിച്ച് വീണ്ടും തിരിച്ച് മേലെ വന്നിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ട്. ഞാൻ ഓരോ തവണ നാട്ടിൽ പോയിട്ട് വരുമ്പോഴെന്താ എന്റെ ഈ കബോർഡ് ഇങ്ങനെ വലിച്ചു വാരി ഒന്നും കൂടെ വൃത്തിയാക്കാന്നുള്ളത് എന്റെ സ്ഥിരം പരിപാടിയാണ്. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു 4 മണിയായപ്പോ നമ്മൾ താഴെ വന്നിരുന്നപ്പോഴത്തേക്കും കുറെ നാളിന് ശേഷം നമ്മൾ നാട്ടിൽ പോയിട്ട് ഒരു മാസമായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം എന്റെ പിള്ളേരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് എങ്ങോട്ടാന്ന് അറിയത്തില്ല. കുറെ അധികം നേരം ഞാൻ അവരോട് നിന്ന് വർത്താനം പാട്ടുണ്ടായിരുന്നു. കുറെ ആയല്ലോ ഇപ്പൊ അവരെ കണ്ടിട്ട്. ഇവർക്കൊക്കെ സ്കൂൾ തുറന്നിട്ട് ഞാനായിരിക്കണം ഇവരെ ഏറ്റവും കൂടുതൽ അവരുടെ വീട്ടുകാരെക്കാളും മിസ് ചെയ്തിട്ടുണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇറങ്ങാൻ വേണ്ടി മാത്രമാണ് ഈ 3 എണ്ണം കൂടെ ഒരു വണ്ടിയും കയറി അങ്ങോട്ടേ പൊക്കോണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നിസ്കാരം ഓതലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് മൂത്താപ്പാന്റെ വീട്ടിലൊരുന്ന് പോകണമായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെയാണ് വീട്. അവിടെ ചെന്ന് കുറച്ചു നേരം കുട്ടീനെ കളിപ്പിച്ച് അവരോടൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് നമ്മൾ വീട്ടിൽ വന്ന് സ്കിൻ കെയർ എല്ലാം ചെയ്തിട്ട് വേണം നമുക്കിനി കിടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്കിൻ കെയർ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചു നേരം കൂടെ ഇരുന്ന് എന്റെ ഹസ്ബൻഡിനെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് വീഡിയോ ഫുൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് ഇൻഷാല്ലാ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും.